വേസ്റ്റുകളെല്ലാം നമുക്ക് പരിപൂർണ്ണമായിട്ട് കത്തിച്ച് കളയാനുള്ള ഒരു സെറ്റപ്പാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്കറിയാം നമ്മുടെ ഇൻസിനറേറ്റർ ഇപ്പൊ നിരവധി ബ്രാൻഡിൽപ്പെട്ട ഇൻസിനറേറ്റർ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലഭ്യമാണ്. അതിൽ തന്നെ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂരിലുള്ള മാർസ് ട്രേഡേഴ്സിലാണ്. നമ്മുടെ മാർസിന്റെ ഇൻസിനറേറ്റർ കുറേ മോഡൽസ് ഇവിടെ ഉണ്ട്. അതായത് നമ്മുടെ ഒരു വീടുകളിലോട്ട് തൊട്ട് വലിയ കല്യാണ മണ്ഡപങ്ങൾ വരെ, അതായത് ഒരു ചെറിയൊരു 5 കിലോ മുതൽ ടൺ കണക്കിന് വരെ നമ്മുടെ സോളിഡ് വേസ്റ്റുകൾ നമുക്ക് കത്തിച്ച് കളയാൻ പറ്റിയ ഇൻസിനറേറ്ററുകളാണ് ഇവരിവിടെ നിർമ്മിച്ച് നമ്മുടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലോട്ട് ഇവർ കയറ്റി അയക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വലിയ ഫാക്ടറികളിലോട്ടോ അല്ലെന്നുള്ള റെസ്റ്റോറൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഓഡിറ്റോറിയം ഒക്കെ അവിടുത്തെ വേസ്റ്റ് മാനേജിന് വേണ്ടി നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഇൻസിനറേറ്റർ വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവരുടെ പല വിധത്തിലുള്ള മോഡൽ ഇപ്പോൾ തന്നെ കാണാൻ നമുക്ക് വലിയ മോഡൽസ് ഉണ്ട്, ചെറിയ മോഡൽസ് ഉണ്ട്. അപ്പോൾ എല്ലാ മോഡൽസും നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 1000 കിലോ അല്ലെ 2000 കിലോ അത്രയും വലുപ്പമുള്ള ഇൻസിനറേറ്റർ വേണമെന്നുണ്ടെങ്കിൽ ഇവർ നിർമ്മിച്ച് അതായത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇവർ വയ്ക്കുന്ന മെറ്റീരിയൽ എന്താണ്, ഇതിന്റെ ക്വാളിറ്റി എന്താണ്, ഇവരെങ്ങനെയാണ് നിർമ്മിക്കുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇതിന്റെ ഓണർ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. വീടുകളിൽ മുതൽ നമ്മുടെ ഹോസ്പിറ്റലുകൾ, ഓഡിറ്റോറിയങ്ങൾ, ഹോസ്റ്റലുകൾ, എല്ലാത്തരം പർപ്പസുകൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ നമ്മൾ ഇൻസിനറേറ്റർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഒരു 2 പേരൊക്കെ താമസിക്കുന്ന വീടുകളുണ്ട്, മക്കളൊക്കെ വിദേശത്ത് സെറ്റിൽ ആയിട്ട് വളരെ കുറച്ച് വേസ്റ്റിൽ താമസിക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ നമുക്ക് ഈ മോഡൽ യൂസ് ചെയ്യാം. ഈ മോഡൽ അല്ലേ? ഇതിന്റെ ഒരു കപ്പാസിറ്റി എത്ര? നമുക്കൊരു 3 കിലോ മാക്സിമം അങ്ങനെയുള്ള വീടുകളിൽ നമുക്കൊരു 3 കിലോ താഴെ വേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള മോഡൽ നമുക്ക് ഇത് കൊണ്ടുപോയാൽ മതി. ഇടുന്നത് ഇതിന്റെ ഉള്ളിലാണ്. നമുക്ക് ഇതിൽ വേസ്റ്റ് ഇട്ട് ഒരു തീപ്പെട്ടി കൊണ്ട് കത്തിച്ചാൽ മതി, നല്ല രീതിയിൽ കത്തിക്കും. വേറെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫ്യൂലോ കാര്യങ്ങളോ ഒന്നും വേണ്ട. കുട്ടികളുടെ ഡയപ്പറുകൾക്ക് ഒന്നുകൂടി നല്ല നമ്മുടെ ഈ ഒരു മോഡലാണ്. നെക്സ്റ്റ് മോഡലാണ്. ഇതാണ് കൂടുതലായിട്ട് വീടുകളിൽ കൊണ്ടുവന്നത്. ഏറ്റവും ഡൊമസ്റ്റിക് പറ്റിയ സാധനം ഇത് തന്നെയാണ്, ഈ മോഡലാണ്. കാരണം നമുക്ക് കൂടുതൽ റണ്ണിംഗ് ഉള്ളതും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വാങ്ങുന്നതും ഈ ഒരു മോഡലിനെയാണ്. നമുക്കൊരു 5 കിലോ കറ്റിയ ടൈമിൽ തന്നെ ഇടാൻ പറ്റും. എന്താ വെച്ചാൽ ഡയപ്പർ കത്തുന്നത് മറ്റുള്ള വേസ്റ്റുകളോട് സപ്പോർട്ടില്ല. കാരണം നമുക്കറിയാം കത്തിപ്പോൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വേസ്റ്റ് ആണ് ഈ ഡയപ്പർ. അപ്പോ മറ്റുള്ള വേസ്റ്റുകളുടെ ഒപ്പം ഈ ഡയപ്പർ ഇട്ട് നമുക്ക് അത് ഒറ്റയടിക്ക് തന്നെ കത്തി തീർക്കാൻ പറ്റും. ഇതും അതുപോലെ തന്നെ ചാരം തൊട്ടടിച്ച് ട്രാക്ക് ചെയ്യും. അതെ, നമ്മുടെ പ്ലാന്റിന്റെ പ്രത്യേകത വെച്ചാൽ ഓക്സി ഡ്രിഫ്റ്റ് ആണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഓക്സിജൻ വലിച്ചെടുക്കാനുള്ള നമ്മൾ സപ്പോർട്ടുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 4 ഹോളുണ്ട്. അതിൽ കൂടെ ഓക്സിജൻ വലിച്ചെടുത്ത് നല്ല രീതിയിൽ തന്നെ കത്തിയിട്ട് പെട്ടെന്ന് കത്തിപ്പോകും. മാക്സിമം ഒരു 5 മിനിറ്റ് നമുക്ക് വേസ്റ്റ് കത്തിപ്പോകാൻ വേണ്ടത്. 2 ഡ്രില്ല് നമുക്ക് ഇതിനെ കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഈ ചാരം വാരെടുക്കാനാണ്. കത്തി കഴിഞ്ഞുള്ള ചാരം നമുക്ക് ഇതിൽ വൈപ്പ് ചെയ്തെടുക്കാം. എന്തെങ്കിലുമൊക്കെ ഉരുകി പിടിച്ചിരിക്കും നമുക്ക് ഇളക്കി കൊടുക്കാം. കത്തിക്കൊണ്ടിരിക്കുമ്പോഴോ ചാരൊക്കെ നടിയിലേക്ക് വീഴാൻ വേണ്ടി ചെയ്ത് കൊടുത്തേക്കുന്നു. D6 എന്ന് പറഞ്ഞൊരു മോഡലാണ്. നമുക്ക് 2 റാക്കാണ്. അടിയിലുള്ള റാക്ക് ഉണ്ട്, മുകളിലൊരു റാക്ക് ഉണ്ട്. അപ്പൊ നമുക്കിത് 2 റാക്ക് ആയിട്ട് മുകളിലെ ഡയപ്പർ ഇടാം, അടിയിൽ നമുക്ക് താഴെ മറ്റു വേസ്റ്റുകളാണ്. ഇത് കത്തിക്കുമ്പോ തന്നെ നേരത്തെ ഈ മുകളിലേക്ക് കയറി പിടിച്ച് നന്നായി ഡ്രൈ ആവും. അപ്പൊ പെട്ടെന്ന് കത്തിപ്പോ എളുപ്പം. ഇനിയിപ്പോ മഴക്കാലാണ്, വേറെ നമുക്ക് സപ്പോർട്ടിന് വേറെ വേസ്റ്റുകളൊന്നും ഇല്ല, ചപ്പ് ചോറൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മോഡൽ തന്നെ ഗ്യാസ് കണക്ഷൻ ആഡ് ചെയ്യാൻ പറ്റും. ഗ്യാസ് ട്യൂബ് കണക്ട് ചെയ്തിട്ട് കത്തിച്ചളയാൻ പറ്റും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും സമയമില്ല തീരെ. അതായത് വേസ്റ്റ് പറക്കി കൊണ്ടുവന്ന് അത് കത്തിച്ച് അപ്പൊ അതിന് പിന്നിൽ കുറെ നേരം നിൽക്കണം. എല്ലാവർക്കും മറ്റു തിരക്കുകളുണ്ട്. നമ്മുടെ ഗ്യാസ് ട്യൂബ് കണക്ട് ചെയ്യാച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ കത്തിച്ച് കളയാം. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യണത് ഈ പ്ലാന്റ് ഇരിക്കുന്ന മൈൽഡ് സ്റ്റീലാണ്. നമ്മൾ ഇതിന് ബോഡി ചെയ്തേക്കണേ ജപ്പാൻ ഷീറ്റ് എന്നൊക്കെ പറയും. മൈൽഡ് സ്റ്റീലാണ് ചെയ്തേക്കണേ. ഉള്ളില് നമ്മൾ കാസ്റ്റബിൾ എന്ന് പറഞ്ഞ മെറ്റീരിയലിന്റെ കോട്ടിംഗ് ആണ് ചെയ്തത്. ഡയറക്റ്റ് ഇരുമ്പുമ്മക്ക് ചൂടടിക്കില്ല. പല ഇൻസിനറേറ്ററുകളും കംപ്ലൈന്റ് ആവുന്നത് ഡയറക്റ്റ് ഉള്ള ചൂട് ഇരുമ്പുമ്മക്ക് അടിച്ചിട്ടാണ്. നമ്മുടെ പ്ലാന്റിൽ അങ്ങനെ കംപ്ലൈന്റുകൾ നമുക്ക് കത്തിക്കൊണ്ടിരിക്കുമ്പോഴും വെളിയിൽ തൊട്ട് കഴിഞ്ഞാൽ ചൂട് അനുഭവപ്പെടില്ല. കുട്ടികൾക്കൊന്നും കൈ പൊള്ളി അങ്ങനത്തെ ചൂടുകളൊന്നും വരില്ല. ചെറിയൊരു ചൂട് മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. പ്ലാന്റിന്റെ ഔട്ടിലേക്ക് ഒന്നുമില്ല. ഇതിന്റെ ഒരു മോൾ ഭാഗം എന്ന് പറയുമ്പോൾ ഇതല്ലേ ഒരു പുകക്കുഴൽ എന്നുള്ള രീതിയിൽ ചിമ്മിണി പൈപ്പ് തന്നെയാണ്. കംപ്ലീറ്റ് SS തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് നല്ല ചൂടായിരിക്കും. പക്ഷേ പിള്ളേരുണ്ടെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം ഹൈറ്റിൽ വെച്ചേക്കുന്നതുകൊണ്ട് പ്രശ്നം വരത്തില്ല. ആൾക്കാർക്ക് ഒരു 50 കിലോ വേസ്റ്റ് വരും. 50 കിലോന്റെ മോഡൽ 50 കിലോ കത്തിക്കുന്ന മോഡൽ ഉണ്ടാക്കി വരും. ഈ കാണുന്നല്ലേ? ഇതിലൊക്കെ നമ്മൾ ഉള്ളില് 1 ഗ്രേഡിന്റെ ബ്രിക്ക് ആണ് യൂസ് ചെയ്യുക. ചൂടൊന്നും ഡയറക്റ്റ് പൊടിമിക്കാൻ ഫുള്ള് നമ്മൾ കോട്ടിങ് കൊടുക്കും. ഇതിനകത്തൊക്കെ അറ്റ് 50 കിലോ നമുക്ക് കത്തിക്കാൻ പറ്റും. ഡെയിലി ടോട്ടൽ 50 കിലോ കത്തിക്കാൻ പറ്റും. സമയം നമുക്ക് 7 കിലോ 8 കിലോ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു ബ്രിക്ക് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ഈ ഒരു ഹീറ്റ് വെളിയിലോട്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഒരു ബ്രിക്കിന്റെ ഒരു കോട്ടിംഗ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു മോഡലോട്ടാണ് നമുക്ക് ബ്രിക്ക് വരുന്നത്. ഈ മോഡലോട്ടാണ് ബ്രിക്ക് വരുന്നത് അല്ലേ? പിന്നെയുള്ള നമുക്ക് അങ്ങോട്ട് വലിയ വലിയ യൂണിറ്റുകളാണ് ഈ കാണുന്നതെല്ലാം തന്നെ. ആളുകൾക്കൊക്കെ പോകുന്ന വലിയ ഓഡിറ്റോറിയം ആളുകൾക്കൊക്കെ പോകുന്നൊരു മോഡൽ ഇതല്ലേ? ഇതൊക്കെ ഇതിന്റെ കപ്പാസിറ്റി എത്ര ബ്രോ? ഒരു ദിവസം എത്ര വേസ്റ്റ് കത്തിക്കാൻ? 500 കിലോ ഒക്കെ കത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതല്ലേ? ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് വെച്ചേക്കാന്ന്. ഇതൊക്കെ അത്യാവശ്യം നല്ല മെഷീൻ തന്നെ നല്ല തൂക്കം കാണുമല്ലോ അല്ലേ?
ഓക്കെ, ഇതൊക്കെ കസ്റ്റമേഴ്സ് ഒരു 5 കിലോ ഒക്കെ ഒരു ദിവസം കത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ. അതാണ് നമ്മുടെ SS അല്ലേ? ഇത് അത് മറ്റേതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസം എന്താ? ഒന്നും കൂടി പ്രീമിയം ടച്ച് ആണ് അതിന് വരാം. ഓ ശരി. ക്വാളിറ്റിയിലൊന്നും മാറ്റം വരും. പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കാണല്ലോ. ഗ്രേഡിലൊക്കെ ഫുള്ള് 304 ചെയ്യണത്. 3 thickness ഷീറ്റിൽ 304 ഗ്രേഡിലാണ് എല്ലാ SS നമ്മൾ ചെയ്യുന്നത് അല്ലേ? ഓക്കെ, ഇതാണ് നമ്മൾ അകത്ത് കണ്ട ആ ഒരു മെഷ് പോലത്തെ. ഓക്കെ, ഇത് നമ്മൾ തിരിച്ചു വെച്ചേക്കും. ഉള്ളിൽ കോട്ടിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ, ഇതാണ് നമ്മൾ ആ ഒരു ഓക്സി ഡ്രിഫ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹോൾസ് ഇതാണ്. അതെ അതെ, സാധാരണ കോട്ടിംഗ് ഒക്കെ കൊടുത്ത പറഞ്ഞുകൂടും. നമ്മൾ അത്രയും സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇതിൽ ഇനി മെഷ്, വേറൊരു മെഷും കൂടി ഇതിന്റെ ഉള്ളിൽ വരും. ഓ ശരി. ആ മെഷിന്റെ ഉള്ളിലാണ് ഈ കാസ്റ്റബിളിന്റെ കോട്ടിംഗ്. ഓ ശരി. ഒരിക്കലും ഇത് അടർന്നു പോരില്ല, ഇളകി പോരത്തില്ല അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ തിരിച്ചു വെക്കണം. ഇതാണ് ഈ ഭാഗത്താണ് ഇവിടെ ചാരം. ഇതിനകത്താണ് നമ്മുടെ ആ ഒരു എയർ അകത്തോട്ട് വലിച്ചെടുത്ത് ഇത് നല്ല രീതിയിൽ കത്താൻ സഹായിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ചെയ്തു വെച്ചേക്കുന്ന ഓരോ മോഡൽസ് ആണ്. ആക്ച്വലി ബ്രോ, ഈ കാണുന്ന ഷീറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ തലകട അവിടെ ചാരി വെച്ചേക്കുന്നല്ലേ, ആ ഷീറ്റ് ആണ് അവർ കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ റൗണ്ട് ആക്കും. ഫസ്റ്റ് ഇതാണ് അല്ലേ? ഏറ്റവും സ്റ്റാർട്ടിങ് ഇതാണ്. ഓക്കെ, നമ്മുടെ മുകളിൽ വേസ്റ്റ് ഇടുന്ന സെക്ഷൻ ഉണ്ട്, താഴെ ആഷ് വാരുന്ന സെക്ഷൻ ഉണ്ട്. ഇതാണ് സംഭവം. ഇതിനെ അടുത്ത് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? മെഷ് ഇതുപോലെ ചെയ്യുകയാണ്. ഓക്കെ, സപ്പോർട്ട് കൊടുക്കും. ഓക്കെ, മെഷ് ഇതിൽ വെൽഡ് ചെയ്യും. ഓക്കെ, ഇതാണ് അടുത്ത സ്റ്റേജ്. പിന്നീടുള്ള എന്താണ് ചെയ്യുന്നത്? പെയിന്റിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് ഈ വളയ്ക്കാനൊക്കെയാണ് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട്. മെഷീൻ ത്രൂ ആണ് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, അത്രയും വളച്ചെടുത്ത് അല്ലേ? ഇതെല്ലാം SS-ന്റെ അല്ലേ? അത് അത്യാവശ്യം ഇച്ചിരി വലിപ്പമുണ്ട്. ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ, ഇതെന്താ ബ്രോ ഈ കാണുന്നത്? നമ്മൾ ഈ വലിയ മോഡലുകൾക്കൊക്കെ പൈപ്പ് ചിമ്മിണി കൊടുക്കുമ്പോൾ നല്ല ഹൈറ്റിൽ കൊടുക്കും. അപ്പൊ എന്താ വെച്ചാൽ കാറ്റടിച്ച വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതൊരിക്കലും ഉണ്ടാകരുത്. ഞങ്ങൾ തന്നെ അതിനനുസരിച്ചുള്ള സപ്പോർട്ട്, ഒരു 3 ലെഗ് കൗണിയിൽ സപ്പോർട്ട് ചെയ്യണം. ഓ ശരി. ഇത് തന്നെ ഒരു 400 കിലോന്റെ അടുത്ത് വെയിറ്റ്. നമ്മുടെ പ്രൊഡക്റ്റിന് കൊടുക്കുന്ന ക്വാളിറ്റി അതിനോടനുബന്ധിച്ച മറ്റു പാർട്സുകൾക്കും കൊടുക്കണം. അതൊരു ബോൾട്ടിൽ വരെ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഓ ശരി. ഇതെല്ലാം ചെയ്തു വെച്ചേക്കുന്ന ഓരോ ഇൻസ്റ്റാളേറ്റർ ചെയ്തു വെച്ചേക്കുന്നതാണ് ഈ കാണുന്ന എല്ലാം തന്നെ. ഞങ്ങൾ സൈറ്റിലെത്തി ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായതിനു ശേഷം മാത്രം ഞങ്ങൾ പേയ്മെന്റ് മേടിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, അഡ്വാൻസ് വാങ്ങിക്കുന്നില്ല. ഓക്കെ, അപ്പൊ അവിടെ വീട്ടിൽ കൊണ്ട് കാണിച്ച് ചെയ്ത് വേസ്റ്റ് കത്തിച്ച് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അത് അടിപൊളി കാര്യമാണല്ലോ.